ഹലോ ഗായ്സ്, വിജയമ്മയുടെ പുതിയ 3.1 അപ്ഡേറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുകയാണെന്ന്. അവരുടെ ഒഫീഷ്യൽ പേജിനകത്ത് പറയുന്നത് ആൻഡ്രോയിഡ് 4.4 iOS 10 അതിന് മുകളിലോട്ടുള്ള ഫോണിനകത്ത് മാത്രമേ ഇനി BGMI കളിക്കാൻ പറ്റൂ. മറ്റേത് കളിക്കാൻ പറ്റില്ലെന്നല്ല, നല്ലൊരു എക്സ്പീരിയൻസ്, നല്ല ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. ആരും പേടിക്കണ്ട, നമ്മുടെ ആരുടെയും മൊബൈലിനകത്ത് ആൻഡ്രോയിഡ് 4 അല്ലെങ്കിൽ iOS 10 ഒന്നുമല്ല. iOS 10 എന്നൊക്കെ പറയുമ്പോഴത്തേനും ഐഫോണിൻ്റെ 7S താഴെ വരുന്ന ഫോണും, ആൻഡ്രോയിഡ് 4 എന്നൊക്കെ പറയുന്നത് മറ്റേ കാർബണിൻ്റെ ഒക്കെ പഴയ സെറ്റില്ല, അങ്ങനത്തെ വരത്തുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് പേടിക്കണ്ട, എല്ലാവരുടെ ഫോണിനകത്തും കളിക്കാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റിൻ്റെ ലോഞ്ച് വീഡിയോ എന്നൊക്കെയാണ് പറയാം. ഇത് പബ്ജിക്കകത്ത് BGMIക്കകത്ത് വന്നിട്ടില്ല. BGMIക്കകത്ത് ഒരു 3-4 ദിവസം എടുക്കും. 22 ദിവസം എന്തോ ഉണ്ട് നമുക്കിനി ഈ സീസൺ തീരാൻ. അതിനൊരു 5 ദിവസമോ 10 ദിവസമോ മുന്നേ വരത്തുള്ളൂ എന്തായാലും അപ്ഡേറ്റ്. ഞാൻ ഈ ആഴ്ച പ്രതീക്ഷിക്കാം, ഈ ഒരു ഞായറാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും പ്രതീക്ഷിക്കാം. മറ്റേ നമ്മുടെ സോഡില്ലായിരുന്നു കഴിഞ്ഞ ഇവൻ്റ്, അതുപോലെ തന്നെ കാർപ്പറ്റ് വെച്ചിട്ട് നമുക്ക് ബുള്ളറ്റ് തടയാം, അങ്ങനെ വലിയ പരിപാടി. പിന്നൊരു ഫീച്ചറൊന്നും എനിക്ക് തോന്നിയ ഫീച്ചറല്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു. മറ്റേ പബ്ജിക്കകത്ത് എക്സ്ട്രീം കഴിഞ്ഞ് പിന്നെ 90 FPS അല്ല, 90 FPS എന്നുള്ള ഓപ്ഷൻ മാറിയിട്ട് എക്സ്ട്രീം പ്ലസ്. ഇതിന് നേരത്തെ തൊട്ടോ എക്സ്ട്രീം പ്ലസ് ഉണ്ടോ എന്നറിയില്ല, പക്ഷേ BGMIക്കകത്ത് 90 FPS എന്നല്ല. പക്ഷേ ഇതിനകത്ത് ഇപ്പം എക്സ്ട്രീം കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രീം പ്ലസ് എന്നാണ് പുതിയ അപ്ഡേറ്റിന് ശേഷം വരുന്നത്. പക്ഷേ 90 FPS തന്നെ അത് എക്സ്ട്രീം പ്ലസ് എന്നാണ് കാണിക്കുന്നത്. പിന്നെ മറ്റേ ഒരു പുതിയൊരു ഇവൻ്റ് കൂടെ വന്നിട്ടുണ്ട്, അത് നമുക്ക് BGMIക്കകത്തും കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ മറ്റേ ഈ ഹൈ പ്രൊഫൈൽ സിറ്റീസൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു നമ്മുടെ ഒരു വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതിനകത്ത് വീടിൻ്റെ പോർച്ച്, വിൻഡോസ്, ഡോറ്, ഒരു വീടിനകത്ത് വരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത് സെറ്റ് ചെയ്യണം. ആ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് റിവാർഡൊക്കെ ഉണ്ട് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും. അത് സെറ്റ് ചെയ്യാനുള്ള കോയിൻസ് നമുക്ക് ഓരോ ക്ലാസിക് മാച്ച് കളിക്കുമ്പോഴും കിട്ടും. എന്ന് വെച്ചാൽ ഒരു മാച്ച് കളിക്കുമ്പോൾ 30 പോയിൻറ്റ്, 5 എനിമിയെ കൊല്ലുമ്പം 30 പോയിൻറ്റ്, അങ്ങനെ നമുക്ക് ആ പോയിൻറ്റും കിട്ടും. അങ്ങനെ ആ പോയിൻ്റ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഓരോരോ സാധനങ്ങൾ ചെയ്യാൻ നമുക്ക് ആ വീടിൻ്റെ പെയിൻറ്റ് വരെ മാറ്റാം. അങ്ങനെ അത് മാറ്റി സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവൻ്റ് തീരുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയോ റിവാർഡ് വരുന്നത്. ആ റിവാർഡ് ഇതുവരെയായിട്ടും ഇത് ചെയ്തിട്ടില്ല. അതും അതിനെയും പെർമനൻ്റ് ആണോയെന്നും അറിയത്തില്ല, എന്തെങ്കിലും ഡെയിലി ബോണസായിട്ട് കിട്ടുന്ന പോലെ. എന്നിട്ട് ഇങ്ങനെ ലോഗിൻ പണ്ടേ ലോഗിൻ ചെയ്യുമ്പോൾ 100 കോയിന്, പിന്നെ ലോഗിൻ കൂടെ, അതുപോലെ തന്നെ ഓരോ മാച്ചിനകത്തുനിന്നും കിട്ടും ആ പോയിൻ്റ്, ഇത്ര എനിമിയെ കൊല്ലുമ്പോൾ കിട്ടും. അങ്ങനെയൊക്കെയാണ് ആ ഒരു സംഭവം വരുന്നത്. പിന്നെ ഹൈലൈറ്റ് ഇവൻ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇതിനകത്ത് വന്നേക്കുന്ന എല്ലാം ഒന്നും വരത്തില്ല. പിന്നെ റീകോൾ റിബേറ്റ് ഉണ്ട്, അതിനകത്ത് നിന്നാണെങ്കിൽ നമുക്ക് സ്കാറിൻ്റെ മെറ്റീരിയലും കിട്ടും. പിന്നെ സ്കാറിൽ പിന്നെ 10 ലക്കി സ്പിന്നിൻ്റെ ക്രിയേറ്റ് കിട്ടും. അത് വെച്ച് കഴിഞ്ഞാൽ ലക്കി സ്പിൻ വരത്തില്ല പുതിയ, അത് യൂസ് വെച്ചിട്ടായിരുന്നു സാധാരണ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ യൂസ് ഇല്ലാത്തവർക്ക് റീകോളിൻ്റെ റീകോൾ റിബേറ്റ് ഇല്ല, പഴയ ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അത് പഴയ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യണമെന്നില്ല, നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം കളിച്ചാലും പഴയ ഫ്രണ്ട്സ് ആണെങ്കിൽ അത് നമുക്ക് പോയിൻ്റ് കയറും. അങ്ങനെ കയറി നമുക്ക് 10 ലക്കി ക്രിയേറ്റിൻ്റെ സ്പിന്നെ കിട്ടും ഫ്രീ ആയിട്ട്. അത് നല്ലൊരു സാധനം, അത് ആദ്യമായിട്ട് വരുന്നത്. പക്ഷേ യൂസ് 560-700 UC ഒക്കെ ആവുന്ന 10 ഫ്രീ ആയിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം. അത് നമ്മൾ പഴയ ഫ്രണ്ട്സിനൊപ്പം തന്നെ പ്ലേ ചെയ്താൽ മതി. അത് മാത്രം ഉള്ള കാര്യം ഉറപ്പില്ല. പിന്നെ ഇതാണ് നമ്മുടെ പുതിയൊരു സ്പോൺ ഐലൻഡിലെ മറ്റേ എന്താ സംഭവം, കഴിഞ്ഞ ഇവൻ്റ് വന്നപ്പോൾ നമ്മൾ സ്ലൈഡ് ചെയ്തൊക്കെ നടന്നില്ല, അതുപോലെ പുതിയ BGMIക്ക് അതിന് വരാൻ പോകുന്ന സ്പോൺ ഐലൻഡിലെ മറ്റേ സംഭവം. അതിനകത്ത് ചെറിയ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് എൻ്ററായി നമ്മൾ ഡാൻസ് തുടങ്ങുമ്പോഴത്തേനും നൈറ്റ് ആവും. ഇത് അലാദീൻ്റെ ഹോട്ട് ഡ്രോപ്പാണെന്നാണ് ഈ കാണുന്നത്. നമ്മൾ ഈ ആകാശത്ത് മൊത്തം പുകയാണ്, അതിനകത്തൂടെയാണ് നമ്മൾ ചാടാൻ. ഇത് കണ്ട് ഇവിടെ നമ്മൾ ചാവുകയാണെങ്കിൽ നമ്മൾ റീസ്പോൺ ആവും. എന്നിട്ട് വീണ്ടും ചാവണം, നമുക്ക് ടീമേറ്റ് റീകോൾ ചെയ്യാം, അല്ലാണ്ട് റീസ്പോൺ ബാറ്റിലായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് നമുക്ക് ജിന്നിനെ കൊണ്ടുവരാനുള്ള ലാമ്പ് കിട്ടും, പോർട്ടൽ ഉണ്ടാക്കാനുള്ള കോയിൻ കിട്ടും, അതൊക്കെ എത്ര ഉള്ളൂ. പിന്നെ നോർമൽ ലൂട്ട്, കഴിഞ്ഞ ഇവൻ്റ് പോലൊക്കെ തന്നെ നല്ല ലൂട്ടും കാര്യങ്ങളുണ്ട്. പിന്നെ എന്തൊക്കെയോ ചെറിയ ഇവൻറ്റിനകത്തിലത്തെ മിഷൻ കംപ്ലീറ്റ് ആക്കാനുള്ള കോയിൻസ് ഇതിനകത്ത് തന്നെ കിട്ടും. പിന്നെ നമ്മുടെ ആ വീട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യത്തില്ലേ, ആ സിറ്റിയിലുള്ള ആ ഹൈടെക് വീട് കംപ്ലീറ്റ് ചെയ്യാനുള്ള കോയിൻസും ഇതിനകത്തുനിന്ന് ഈ ഒരു മാപ്പ് കളിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഈ മാപ്പ് കളിക്കുമ്പോഴാണ് കൂടുതലും കിട്ടുന്നത്, ലിബിക്കോ ഷാനോക്കൊന്നും കളിക്കുമ്പോൾ കിട്ടും.
പിന്നെ ഈ ഒരു സംഭവം, ഈ മാജിക് ലാമ്പ് മറ്റേ ജിന്നിനെ കിട്ടാനുള്ള മാജിക് ലാമ്പ്, ഈ മാപ്പിനകത്തുള്ള എല്ലാവരും മരിച്ച് കഴിയുമ്പോഴത്തേന് ലാസ്റ്റ് സർവൈവ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ മാജിക് ലാമ്പ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ കീയും കൂടെ കിട്ടണം. കീ കിട്ടിയില്ലെങ്കിൽ എല്ലാവരും അതിനകത്ത് എലൈവായിട്ടുള്ള എല്ലാവരും മരിച്ച് കഴിയുന്നത്. എലൈവ് ഇപ്പം 15 കാര്യം കാണിക്കണം. ആ 15 പേര് എത്തിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് സർവൈവ് ആയിട്ട് നിൽക്കും, നമുക്കത് കിട്ടും. ഇല്ലെങ്കിൽ അതിൻ്റെ കീ കണ്ടുപിടിക്കണം. കീ ലാസ്റ്റ് കീ കൊണ്ടുവരും. അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് മുമ്പ് കിട്ടും. അല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്യേണ്ടി വരും. ക്യാമ്പ് അടിച്ചിരിക്കേണ്ടി വരും. നല്ല ക്യാമ്പേഴ്സാണ് ഈ വട്ടം ഈ ഒരു ഇവൻറ്റിനകത്ത്. പിന്നെ ഈ ഒരു ഇവൻറ്റിനകത്ത് ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യം പറയാവേ. അതുകൊണ്ട് ഇപ്പോൾ ഈ കാണത്തില്ല ഈ ഒരു ഷിപ്പ് കണ്ടോ, ഈ ഷിപ്പിനകത്ത് അന്യായ ലൂട്ടാണ്. ഇവിടെ നിന്ന് നമ്മൾ മറ്റേ കാർപ്പറ്റ് വരും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നിൽക്കുമ്പോഴത്തേനും കാർപ്പറ്റ് വരും. കാർപ്പറ്റിൽ നമ്മൾ മറ്റേ ആ കപ്പലിൻ്റെ മോളോട്ടാണ്. കപ്പലിൻ്റെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോളിൽ ചെല്ലും. മോളിൽ അന്യായ ലൂട്ടാണ്. അവിടെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് നോർമലി 2 ക്രിയേറ്റ് കിട്ടും. പിന്നെ ഇതൊരു ഇതാണ് നമ്മുടെ കാർഗോ പോലെ തന്നെ. അത് ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മിലിറ്ററി ബേസിൻ്റെ ഈ സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ചെല്ലുന്ന ജോർജ് പൂളിലോട്ടും പിന്നെ ഒരെണ്ണം ഉള്ളത് പ്രസൻറ്റ് അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സെവർണി വരെയാണ്. ഇതിപ്പം ഞാനിപ്പോൾ മരിച്ചിട്ട് വീണത് ഇവിടെ മിലിറ്ററി ബേസ് ആയതുകൊണ്ട് മിലിറ്ററി ബേസിൽ നിന്ന് ഞാൻ ഇതിപ്പോൾ 1ാമത്തെ പെട്ടി. ഈ 1ാമത്തെ പെട്ടി തുറക്കുമ്പോഴത്തേനും നമുക്ക് മറ്റേതുപോലെ തന്നെ നോർമൽ ലൂട്ട് കിട്ടും. പിന്നെ അതിനപ്പുറത്ത് വരണമുണ്ട്. അത് പക്ഷേ ജോർജ് ലാസ്റ്റ് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ലൂട്ട് കിട്ടത്തുള്ളൂ. വെച്ചാൽ ഇവിടെ ഈ 2ാമത് കാണുന്ന ഈ പെട്ടി ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മൾ മറ്റേ ജോർജ് പൂൾ ലാസ്റ്റ് സ്ഥലത്ത് ചെല്ലണം. ലാസ്റ്റ് സ്ഥലത്ത് ചെന്നാൽ മാത്രമേ ഈ ഒരു സംഭവം കിട്ടത്തുള്ളൂ. ഇത് ഓപ്പൺ ആക്കുമ്പോഴത്തേനും നമുക്ക് മറ്റേ അലാദീനെ 2ാമതും 3ാമതും ഒക്കെ സമം ചെയ്യാൻ വേണ്ടി വെച്ചാൽ നമ്മൾ ആദ്യത്തെ മാപ്പിനകത്ത് നിന്ന് ആൾക്കാരെല്ലാം മരിക്കുമ്പോൾ കിട്ടത്തില്ല അലാദീൻ്റെ. അത് നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ കിട്ടും 2ാമത്. ഇത് 2ാമത്തെ ബോക്സ്. പിന്നെ ഈ ബൈനോക്കുലറിനകത്തൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റേ 360 വ്യൂവും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഏകദേശം ഇപ്പോൾ ഇത് മൂവ് ആയിക്കൊണ്ടിരിക്കുക. ഇതിന് ഓരോരോ ജംഗ്ഷൻ പോകുന്നുണ്ട്, ഓരോ ഡ്രോപ്പ് ഉണ്ട്. ഓരോ 150 മീറ്റർ കഴിയുമ്പോൾ ഓരോരോ പോയിന്റിൽ ഇത് മറ്റേ സ്റ്റോപ്പായിട്ടേ പോകത്തുള്ളൂ. വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങി ജോർജ് പൂൾ വരെ 5 സ്റ്റോപ്പുണ്ട്. 5 സ്റ്റോപ്പിൽ 15 സെക്കൻഡ് ചെയ്താൽ നിർത്തി ചെല്ലത്തുള്ളൂ. 5ാമത്തെ സ്റ്റോപ്പാണ് ജോർജ് പൂൾ. അവിടെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് മറ്റേ മേജറായിട്ടുള്ള ക്രിയേറ്റ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യണം. ഇത് നല്ല ശോകമാണ്, ഭയങ്കര പതുക്കെ നീങ്ങത്തുള്ളൂ. അങ്ങനെ പതുക്കെ നമ്മൾ ജോർജ് പൂളിലെത്തി. ഇനി ഇവിടെ വെച്ചിട്ട് നമുക്ക് ആ ക്രിയേറ്റ് ഓപ്പൺ ആക്കാം. അപ്പം മറ്റേ 2 മണിയൊക്കെ അടിക്കും. അപ്പോഴത്തേനും നമുക്ക് ഓപ്പൺ നിൽക്കുമ്പോഴത്തേനും നോർമലി ഓപ്പൺ ആവും. ഓപ്പൺ ആകുമ്പോഴത്തേനും മറ്റേ നോർമൽ ക്രിയേറ്റ് ഓപ്പനത് നിൽക്കുന്നതാണ് ലൂട്ട് കിട്ടും. പിന്നെ അലാദീൻ്റെ കുറച്ച് കോയിന്, പിന്നെ അതിൻ്റെ ടോക്കണും അതിൻ്റെ ഗ്രനേഡും കാര്യങ്ങളും കിട്ടും. നോർമൽ ഗ്രനേഡ് പറഞ്ഞാൽ ഇച്ചിരി പവർ കൂടുതലാണ്. വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡ് കുറച്ചുകൂടെ കൂടുതലാണ്. അങ്ങനെയൊക്കെ ഇതിനകത്ത് നമുക്ക് എക്സിറ്റ് അടിക്കാൻ ജമ്പൊന്നും പറ്റത്തില്ല. ഈ ക്യാനനകത്ത് കയറി കഴിഞ്ഞിട്ട് ക്യാനനകത്ത് ലോഞ്ച് ചെയ്യണം. ക്യാനനകത്ത് ലോഞ്ച് ചെയ്യുമ്പോഴത്തേന് 250 മീറ്റർ ഡിസ്റ്റൻസ് വരെ നമ്മൾ ചെയ്യും. പിന്നെ അവിടെ നിന്ന് കാറോ ബൈക്കോ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് സോണാകത്ത് പോകണം. അപ്പോൾ ഈ ഇവൻറ്റിനകത്ത് മോഡും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ ഇതുകൊണ്ട് നിർത്തുകയാണ് ഗൈസ്. അപ്പം ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ശരി, അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.